ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി നിർണായക ചോദ്യം ചെയ്യൽ. നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കെയാണ് ചോദ്യം ചെയ്യൽ. കസ്റ്റഡി നീട്ടി നൽകാൻ റാന്നി കോടതിയോട് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടേക്കും. അതേസമയം പ്രതിപട്ടികയിലുള്ള മറ്റുദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനും നീക്കം. നേരത്തെ തന്നെ അറസ്റ്റിലായ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിവിധ സംസ്ഥാനങ്ങളിലെത്തിച്ച തെളിവെടുപ്പ് നടത്തിയിരുന്നു. പിന്നാലെ കട്ടിളപ്പാളികൾ കൈമാറിയ കേസിലെ രണ്ടാം പ്രതിയും ദ്വാരപാലക ശില്പപാളി കേസിലെ ആറാം പ്രതിയുമായ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ലഭിച്ചു. 4 ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ച മുരാരി ബാബുവിനെ ഇന്നലെ തിരുവനന്തപുരം ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചു. ഇയാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്തു വരികയാണ്. സ്വർണ്ണക്കൊള്ളയിൽ ഉന്നത ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇരുവരുടെയും ആസ്തി വിവരങ്ങളുടെ രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. ഇക്കാര്യത്തിലും വ്യക്തത തേടും. സംസ്ഥാനത്തിന് പുറത്തുനിന്നും തെളിവെടുപ്പിനിടെ കണ്ടെടുത്ത സ്വർണം ഇന്നലെ റാന്നി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ആകെ 608 ഗ്രാം സ്വർണമാണ് ഹാജരാക്കിയത്. ബെല്ലാരിയിലെ വ്യവസായി ഗോവർദ്ധന്റെ പക്കൽ നിന്നും കണ്ടെടുത്ത സ്വർണം സ്വർണ്ണപ്പാളികളിലേതാണെന്ന് സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ പരിശോധന ഉടൻ നടത്തും. അതേസമയം സ്മാർട്ട് ക്രിയേഷൻസിനെ കേന്ദ്രീകരിച്ചും SIT കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരുമായി തെളിവെടുപ്പിനും സാധ്യതയുണ്ട്. നാളെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുക. ഇയാളെ റാന്നി കോടതിയിൽ ഹാജരാക്കുന്ന വേളയിൽ കസ്റ്റഡി നീട്ടി നൽകണമെന്ന ആവശ്യം അന്വേഷണ സംഘം ഉന്നയിച്ചേക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.